ഹായ്, എല്ലാവർക്കും കട്ട് ആൻഡ് പേസ്റ്റിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്കൊരു ഷോർട്ട് ഫിലിം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. മലയാളം പറയാനുള്ളൊരു പനി അല്ലേ? അപ്പോൾ ആ ഷോർട്ട് ഫിലിമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നുകൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ അല്ല. നിങ്ങൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഈ ടമാർ പടാർ, സ്റ്റാർ മാജിക്, തകർപ്പൻ കോമഡി പോലുള്ള പ്രോഗ്രാമുകളിൽ ഈ ഒരു ഗെയിമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആ കൂട്ടത്തിലാണ് അവൾ പറയുന്നത്. മര്യാദക്ക് പറഞ്ഞാൽ മതി. അന്നെ അറിയുന്ന ആൾക്കാരെ അതിലുള്ളൂ. ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെയല്ല. ഒരു ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേ. എന്നാ ഒന്നൊരു പറ. അപ്പോൾ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അവൾ അധികം നീട്ടിപ്പോകുന്ന ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറയാം. അപ്പോൾ അതിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. എന്താണെന്നറിയോ? എന്താ? വായില് വെള്ളം വെച്ച് കളകളാന്ന് പറയല്ല. ഇപ്പോൾ ഞാൻ ആദ്യം വായിൽ കുറച്ച് വെള്ളമാക്കും. എന്നിട്ട് ഞാനൊരു എന്തെങ്കിലും ഒരു സംഭവം പറയും. ആ പറയുന്നത് എന്താണ് എന്നുള്ളത് അവള് പറയണം. അപ്പോൾ വലിയ വാക്ക്, ചെറിയ ചെറിയ എന്താ പറയാ, 2 സെന്റൻസ് വരെ നമുക്ക് പറയാം. അതായത് സുഖമാണോ, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അങ്ങനെ 2 വരുന്നതൊക്കെ നമുക്ക് പറയാം. അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ഇത് ഇങ്ങനെ തന്നെ പറയാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പൊ ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ചെയ്യാന്നാ പറഞ്ഞത്. ചെയ്തോ? വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് പറയുമ്പോൾ ചിരിച്ചരുത്. വായ വെള്ളം വെച്ചിട്ട് ചിരിച്ചരുത്. അതിനാണ് ഓപ്പോസിറ്റ് ഞാനാണ്. വേറൊരു കാര്യം അല്ല, ഇതിന് മാർക്കൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യണം. ഇറക്കരുത്. അപ്പോൾ ഇനി മുകളിലോട്ട് പിടിച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചോ. ഷാളൊക്കെ ഇങ്ങനെ പിടിച്ചോ. ഈ മുകളിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞോ. റെഡി? ഫസ്റ്റ് വാക്ക് പറ. പറഞ്ഞോ. 3 അങ്ങനെ വിളിച്ചു പറഞ്ഞു. എന്നാലേ പറയാൻ പറ. എൻ്റെ മൈക്കോളെടുത്ത് പറഞ്ഞു. പറഞ്ഞോ. പറയാൻ കഴിയണില്ലേ? അതന്നെയല്ലേ ഗെയിം. കുറച്ചിറക്കിക്കോ. പറ. ഒരു വാക്കാണോ പറയണത്? ഇന്നൊരു പാട്ട് പാടുക. ഇതൊരു പാട്ട് മനസ്സിലാവും നമ്മള്. ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ അതായത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തട്ടോ. അടുത്ത ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോട്ടോ. പിടിച്ചാ ഇറക്കിക്കോ. തുപ്പ് എന്തേ കാട്ടിക്കോ. അപ്പൊ ഏതായാലും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ശരിക്കരുത്. വാക്കാണ്. അതിവിടെ അനുവദനീയമല്ല. പറയൂ. ഞാൻ അതെന്നെ മനസ്സിലാവണേ.
മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ വാക്ക് ഞാൻ പാടും. ഏതോ കോഴി ഒച്ച ഉണ്ടാക്കുന്ന പോലല്ലേ? നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് മൈ നെയിം ഈസ് എന്നാണ്. മൈ നെയിം ഈസ് എന്നാണ്. പിന്നെ ഞാൻ പാട്ട് പാടാൻ ശ്രമിച്ച് പാട്ടിൻ്റെ വരി നിനക്കറിയില്ല. ട്യൂണ് കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് മനസ്സിലായില്ല. ഈ ഏത് വാക്കാ നേരത്തെ പറഞ്ഞത്? ഞാൻ ഫസ്റ്റ് സുഖമാണോ? അടുത്ത റൗണ്ട് പോയി. ഇതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അടുത്ത റൗണ്ട് ഞാൻ പറഞ്ഞത് നോക്ക് മനസ്സിലായില്ല. ഓള് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അടുത്തത് നോക്കി നോക്കാം. അടുത്ത നോക്കി പറഞ്ഞോ. ഒരു സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ മതി. കുറച്ച് ഓവറുള്ളായിട്ട് നടക്കൊന്നും വേണ്ട. വേറെ പ്രശ്നം എന്താ വെച്ചാൽ പറയുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം ഇറങ്ങിപ്പോയി. ഇത് കുടിക്ക വെള്ളം ഇവിടെ. കളകളം ഒഴുകുമോ? കോഴിമുട്ട? മലയാളമാണോ? വാക്കോ പാട്ടോ? വാക്ക് ഞാൻ ആരാണെന്നോ? അജി അതിൻ്റെ പേരാ ചേരി പറയണേ. അത് പറ്റൂലല്ലോ. അതിനോട് വാക്കോ പാട്ടോ ഏതെങ്കിലും ഒന്നേ പറയാൻ പറ്റുള്ളൂ. എന്താ സുഖം ചൂണ്ടിക്കാണിക്കുക. ഞാൻ പറഞ്ഞിട്ട് ചെറിയ വാക്ക് പാട്ടാ. മലയാളം പാട്ടാണോ? പറ്റൂല. വെള്ളത്തോടെ ഞാൻ പാട്ട് വെള്ളം കൊണ്ട് പാട്. ഒന്നും മനസ്സിലായില്ല. ഏതോ ഒരു പാട്ട് പാടിയാണ്. ഏതാണ് ആ പാട്ടെന്ന് പറഞ്ഞിട്ടാ? ഒഴുകും ഈ അരുവിയിൽ ഒരു ചെറു കുളിരാല്. സംഭവം വെള്ളം വായ വെച്ചിട്ട് തന്നെ പറയാൻ കഴിയാത്ത സാധനം. വെള്ളം ഇല്ലെങ്കിലും തീരെ ഓളം കൊണ്ട് കഴിയൂല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളകളം ഒഴുകും ഈ അരുവിയിൽ അലകളിൽ ഒരു ചെറു കുളിരലകം. അപ്പോൾ ഇനി ഞാനൊന്ന് ട്രൈ ചെയ്താൽ പോവാണ്. ഈ പാട്ട് ഹിന്ദി ഇംഗ്ലീഷൊക്കെ പറ്റുമോ? അല്ല, ഞാൻ അതാണ് നേരത്തെ ചോദിച്ചത്. മലയാളമാണോ ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ ഫസ്റ്റ് ചോദിച്ചേ. തക്കുടു വാക്ക് പറക്കണു പാട്ട് പറയൂ പറക്ക് പറയൂ വാക്കു അറിയില്ല, മനസ്സിലാവണില്ല. വാ പാ ക കു ഗു ഹു
പശു 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 അതാണ് ഞാൻ പറഞ്ഞത്. പശു പറയൂ പറയൂ പറയൂന്ന് എനിക്ക് മനസ്സിലാവണേ. അത് ഈ വെറുതെ പറയാൻ എനിക്ക് മനസ്സിലായത് എനിക്കറിയാം. പക്ഷെ ഇത് എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ടാണ്. ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവം കേട്ടോ. ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്തൊരു ചാൻസ് നോക്കി കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമോ നോക്കുക. അപ്പോൾ അടുത്തൊരു ചാൻസ് ഓട് പറയട്ടെ. സിമ്പിളായിട്ട് വാക്കോ ഓർ പാട്ട്. പാട്ടാണോ വാക്കാണോ? വാക്ക്. ആ പാട്ട്. മഴ പെയ്യിക്കരുത്. പാട്ട് പാടി മഴ പെയ്ച്ചറിയില്ലേ? നീങ്ങിരുന്ന കിട്ടി കിട്ടി കിട്ടി. ഈ കാറ്റ് വന്ന് കാതിൽ അല്ലേ അല്ലേ? ഒന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പൊ എന്റെ കഴിവല്ല, എന്റെ കഴിവാട്ടോ. ഒന്നൊരു പാടോ, ഒന്നൊരു പാടി കൊടുത്താ പാട്ട്. ഈ ആറ്റ് വന്ന് കാതിൽ. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് കണ്ടെത്തി. ഇനി ഇവക്ക് കണ്ടെത്താൻ ഇപ്പോൾ ഞാനൊരു പാട്ട് പാടി കൊടുക്കും. പാട്ട് പാടാൻ എനിക്കോ അറിയില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ അല്ലെങ്കിൽ തന്നെ പാട്ട് പാടിയാൽ ഭയങ്കര ബോറാണ്. അപ്പോൾ ഇതിങ്ങനെ പാടി കഴിഞ്ഞ് ആകെ ബോറായിക്കരാം. റെഡി? പാട്ടാട്ടോ. പാട്ട് പാടി മഴ പെയ്യിക്കരുത്. സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില. അപ്പു കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം. ബാക്കി എനിക്കറിയില്ല. മകരമാസത്തിൽ. ബാക്കി എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഓള് കണ്ടെത്തിട്ടോ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് രണ്ടെണ്ണം കൂടി ചെയ്ത് നോക്കുകയാണ്. ഓളൊന്ന് ചെയ്യും, ഞാനൊന്ന് ചെയ്യും. ഓക്കെ. വാക്ക് 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 മതി. പാട്ടോ ആയിക്കോട്ടെ. പാട്ട്. മലയാളല്ലേ? ഇതേതാ പാട്ട്? മലയാളമാണോ? ഇത് പാട്ടിലെ നടൻ സിനിമ. അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. നടൻ്റെ പേരും. പാട് പാട്. മോഹൻലാൽ. സിനിമ നടനാരാ? മമ്മൂട്ടി, പൃഥ്വിരാജ്, ദിലീപ്, സുരേഷ് ഗോപി, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ഉണ്ണിമുന്തൻ. ഉണ്ണിമുന്തനാണ് സിനിമയിലെ നടൻ. ചം ചം ചമ്മ ചം ചം. ABCD അല്ലേ? ഏത് പാട്ടാണിത്? അരികിൽ പതിയേട് നെഞ്ചെല്ലാരോ മൂളും രാഗം. ലാലേട്ടൻ പറയുന്ന പോലെ എത്ര മനോഹരമായ പാട്ടായിരുന്നു. അരികിൽ. ഞാൻ പറഞ്ഞല്ലോ നീ പാട്ട് എങ്ങനെ മര്യാദയ്ക്ക് പാടണം എന്നുള്ളത് വെച്ചിട്ട് മനസ്സിലാക്കിക്കോളി. കണ്ടു പഠിച്ചോളി. ഒരു സാറ് പഠിപ്പിക്കുകയാണ്. മഴ പെയ്ത
മനസ്സിലായില്ല. അത് മനസ്സിലായി. കിട്ടി. ചെങ്ങാത്തൻ കൂടാൻ വാ. നിനക്ക് ബുദ്ധി ഉണ്ട്, എന്നെ പോലെ ഒന്നുമില്ല. അതേ ആദ്യം 2 കാര്യം പറയാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞു, എൻ്റെ വോയിസ് ഡ്രാക്കുള. ഇതിനു മുമ്പ് ഡ്രാക്കുളന്റെ സൗണ്ട് കേട്ടു. അത് പറഞ്ഞ ഡ്രാക്കുളന്റെ സൗണ്ട് കേട്ടില്ല. പക്ഷെ ഡ്രാക്കുള ആകുമ്പോ അതിന്റെ പേര് തന്നെ അങ്ങനത്തെ ഒരു പേര്. പിന്നെ ഡ്രാക്കുള വന്നിട്ടുണ്ടല്ലോ. എങ്ങനെ സംസാരിക്കല്ലേ നോക്ക്. ഞാൻ എന്താപ്പോ നിങ്ങള് എന്താ സുഖമല്ലേ, നിങ്ങൾക്ക് സുഖമല്ലേ, ഇങ്ങനെ ഈ വോയിസ്. പിന്നെ ഡ്രാക്കുള വന്നിട്ട് സുഖമല്ലേ എന്ന് ചോദിക്കല്ലേ. ഡ്രാക്കുള വന്നിട്ട് സുഖമല്ലേ എന്നല്ല ചോദിക്കുക. ഡ്രാക്കുള വന്ന അത് തന്നെ 2 കൈ കുറഞ്ഞാവള്ളി ഇല്ലേ, കുറഞ്ഞാവള്ളി ഇത് കടിച്ചിട്ട് ചോര അത് വലിച്ചു ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ വരും. അതാണ് എല്ലാരും മനസ്സിലാക്കിക്കൂടി. പിന്നെ കാണാൻ എവിടെയും പോണതായിരിക്കും ഡ്രാക്കുള. ആയിക്കോട്ടെ, ഡ്രാക്കുള, ഐ എം ഡ്രാക്കുള. അപ്പോൾ ഇപ്പം ഞാൻ അണ്ണാറക്കണ്ണാറ പാടുണ്ടല്ലോ, ഓക്ക് കുറച്ച് മുമ്പ് തന്നെ മനസ്സിലായിന്ന്. പക്ഷെ മനസ്സിലായിട്ടില്ല എന്നുള്ള ആർക്കും മനസ്സിലാവില്ല. കാരണം ഫസ്റ്റിന് നിർത്തി, പിന്നല്ലേ രീതി കിട്ടുമ്പോഴല്ലേ മനസ്സിലാവുക. അപ്പൊ ഇപ്പൊ അത് ഓളോളല്ലോ, ഓൾക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഓളെ ബുദ്ധിയാണോ ഞാനത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആരാണ് ശരിക്കും ഒരു അടിപൊളിയായത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ ശ്രദ്ധിച്ച് കേട്ടാലേ അത് മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ച് അത് ബുദ്ധിയല്ല, അത് എന്താ പറയാ, ഒരു ബുദ്ധിപ്പെട്ട ഒരു സംഭവം. ആയിക്കോട്ടെ, ഏതായാലും സമ്മതിച്ച്. അപ്പോ ഏതായാലും 2 പോയിന്റുകൾ നേടി ഷബാഹനുണ്ട് വിജയ്. 2 പോയിന്റ് നേടി ഞാനും. ഇല്ലട്ടോ ഒന്ന് ഒറ്റ. അപ്പോൾ എനിക്കൊരു പോയിന്റുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിൽ ഒന്ന് വിജയിച്ച് കാണുന്നത് ഇപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ വീഡിയോയിൽ. അപ്പോൾ കൺഗ്രാജുലേഷൻ. കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ വലിയൊരു ഗായികയാണ്. അപ്പോൾ ഒരു പാട്ട് എനിക്ക് പാടിത്തരാം. ഈ പാട്ട് പാടും, ഒരു പാട്ട് പാടും. കാരണം മോൾ ആ അരികില്ലാതെ പാട്ട് പാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാട്ട്. നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ഒരു 5 വരി പാടും. 5 ഒരു 10 വരിയൊക്കെ പാടും. ഞാൻ അരികിൽ പതിയെ പാടിത്തരാം. അങ്ങനെ പഠിക്കണം. അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മധുരം കിനിയും മധുരം മൊഴിയും നീ എന്നിൽ ലീണം, മഴേ അത്ര അറിയുന്നു. അയ്യോ, അടിപൊളിയായിട്ട് പാടില്ല. ഏതായാലും അറിയണ വരെ അവൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സിംഗറാണെന്ന് ഓള് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ തെളിയിച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.